യൂട്യൂബ് ചാനൽ അക്കൗണ്ടിംഗ് ലെജൻഡ്. കഴിഞ്ഞ ബിസിനസ് സ്റ്റഡീസുമായി ബന്ധപ്പെട്ട് പ്ലാനിംഗ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ കണ്ടന്റുകളെ കുറിച്ചാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തത്. മെയിൻ ആയിട്ട് നമുക്കൊരു 6 കണ്ടന്റുകളാണ് ഇത് ഈ ബിസിനസ് സ്റ്റഡീസിലെ പ്ലാനിംഗ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ളതും പഠിക്കാനുള്ളതും അല്ലെ. അതുമായി ബന്ധപ്പെട്ട് ആദ്യത്തെ കണ്ടന്റ് എന്താണ് പറയുന്നത്? മീനിങ് ആൻഡ് കോൺസെപ്റ്റ്. എന്താണ് മീനിങ്, എന്താണ് കോൺസെപ്റ്റ്? പ്ലാനിങ്ങിന്റെ മീനിങ് എന്താണ്, അല്ലെങ്കിൽ അത് എന്താണ് ഉദ്ദേശിക്കുന്നത്? പ്ലാനിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്, അതിന്റെ കോൺസെപ്റ്റ് എന്താണ്, അതുമായി ബന്ധപ്പെട്ട അതിന്റെ ഒരു ഡെഫിനിഷൻ നമ്മൾ ക്ലിയർ ആയിട്ട് പഠിച്ചിരിക്കണം. അപ്പോൾ നമുക്ക് ആദ്യത്തെ മൊഡ്യൂളായ മീനിങ് ആൻഡ് കോൺസെപ്റ്റിലോട്ട് പോകാം. ദാറ്റ് ഈസ് മീനിങ് ആൻഡ് കോൺസെപ്റ്റ് ഓഫ് പ്ലാനിങ് അല്ലെ. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു എന്താണ് പ്ലാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് വാട്ട് ഈസ് ടു ബി ഡൺ ഇൻ ഫ്യൂച്ചർ. നാളെ എന്ത് ചെയ്യണം എന്ന് ഇന്ന് തീരുമാനിക്കുന്നതിന് ഏതൊരു കാര്യം ചെയ്താലും ഇത് നമ്മൾ ടെക്നിക്കലി അറിയപ്പെടുന്നതാണ് പ്ലാനിങ് എന്ന് അറിയപ്പെടുന്നത്. സോ അപ്പോൾ പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ട് നമുക്ക് ചെറിയൊരു ഡെഫിനിഷൻ, ചെറിയൊരു മീനിങ് നമുക്ക് മനസ്സിലാക്കാം. എന്താണ് പ്ലാനിങ്? ഈസ് എ ഫണ്ടമെന്റൽ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ്. പ്ലാനിംഗ് എന്ന് പറയുന്നത് നമുക്ക് മെയിൻ ആയിട്ട് 5 ഫങ്ഷൻസ് ആണ് നമ്മൾ പഠിക്കാനുള്ളത്. ഏതൊക്കെയാണെന്ന് അറിയാലോ? പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്ടിങ് ആൻഡ് കൺട്രോളിങ്. അതിന്റെ ഫണ്ടമെന്റൽ ഫങ്ഷൻ ആണ് പ്ലാനിംഗ് എന്ന് പറയുന്നത്. ഫണ്ടമെന്റൽ മീൻസ് വെരി ഇമ്പോർട്ടന്റ് എന്നുള്ള മീനിങ് ആണ്, സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്നുള്ള മീനിങ് ആണ്, പ്രൈമറി ഫംഗ്ഷൻ എന്നൊക്കെ നമ്മൾ അറിയപ്പെടാറുണ്ട്. ഇത് പ്ലാനിംഗ് എന്ന് പറയുന്നത് മാനേജ്മെന്റിന്റെ ഒരു ഫണ്ടമെന്റൽ ഫംഗ്ഷൻസ് ആണ്. നമുക്ക് എപ്പോഴും എന്താണ് റെഡിമെയ്ഡ് ആയിട്ട് കുറച്ച് ആൻസറുകൾ നമ്മൾ പഠിച്ചു വയ്ക്കാൻ പറ്റും. അതിന് ബേസിക് ആയിട്ട് നമുക്ക് നോക്കേണ്ടതാണ് പ്ലാനിംഗ് എന്ന് പറയുന്നത് ഒരു ഫണ്ടമെന്റൽ ഫംഗ്ഷൻസ് ഓഫ് മാനേജ്മെന്റ്. നമുക്ക് എപ്പോഴാണെങ്കിലും ഏതൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാലും നമുക്ക് ആൻസർ ചെയ്യാവുന്നതാണ്. ഇറ്റ് ഈസ് ദ foundation on the other functions like organizing, staffing, directing and controlling. ഇതാണ് സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത്. അതായത് ഇത് കഴിഞ്ഞാൽ മാത്രമേ ബാക്കിയുള്ളതിന് ഇമ്പോർട്ടൻസ് ഉള്ളൂ. അതായത് ഇത് ഫൗണ്ടേഷൻ ആണ്, ഇതാണ് ബേസ് എന്ന് പറയുന്നത്. ഈ ഒരു പ്ലാനിംഗ് ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഓർഗനൈസ് ചെയ്യാൻ പറ്റില്ല, സ്റ്റാഫുകളെ അപ്പോയിന്റ് ചെയ്യാൻ പറ്റില്ല, ഡയറക്ട് ചെയ്യാൻ പറ്റില്ല, അതുപോലെ തന്നെ നമുക്കൊരു കാര്യവും കൺട്രോൾ ചെയ്യാനും പറ്റില്ല. അതുകൊണ്ട് തന്നെ പ്ലാനിംഗ് എന്ന് പറയുന്നത് ഒരു ഫൗണ്ടേഷൻ ഓഫ് മാനേജ്മെന്റ് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ്. നമുക്ക് പ്ലാനിംഗ് എന്ന് പറയുന്നത് ഫൗണ്ടേഷൻ ഓഫ് മാനേജ്മെന്റ് ഫങ്ഷൻസ് നമുക്ക് എടുത്തു പറയാൻ പറ്റും. Planning is laid down objective and the step necessary to achieve them. അതായത് പ്ലാനിംഗിൽ എന്താ നമ്മൾ പറയുന്നത്? സാധാരണ പ്ലാനിംഗ് എന്ന് പറയുമ്പോൾ പ്ലാനിംഗിൽ എന്താ നമ്മൾ ഉദ്ദേശിക്കുന്നത്? പ്ലാനിംഗ് എന്ന് പറയുന്നത് ഒരു ബിസിനസ് സ്ഥാപനം നാളത്തേക്ക് അല്ലെങ്കിൽ ഇൻ ഫ്യൂച്ചറിൽ ഏത് ലെവൽ എത്തിപ്പെടണം, അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള പ്രൊഡക്ഷൻ കംപ്ലീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള മാർക്കറ്റിംഗ് കംപ്ലീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഇൻ ഫ്യൂച്ചറിൽ ബിസിനസ് സ്ഥാപനം ഏത് ലെവലിൽ എത്തണം എന്ന് മുൻകൂട്ടി തീരുമാനിച്ച് അതൊരു ഒബ്ജക്റ്റ് ഓറിയന്റഡ് ആക്കി ഫിക്സ് ചെയ്യുന്ന ആ ഒരു പർട്ടിക്കുലർ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്ലാനിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയാലും നിങ്ങൾക്ക് എല്ലാവരും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. പ്ലാനിംഗ് എന്ന് പറയുന്നത് ഒരു പ്രൈമറി ഫംഗ്ഷൻ ആണ്. ഈ പ്രൈമറി ഫംഗ്ഷൻ ആയതുകൊണ്ട് തന്നെ മറ്റുള്ള ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ പ്ലാനിംഗ് നമ്മൾ ചെയ്തിരിക്കണം. ഈ പ്ലാനിംഗിൽ മെയിൻ ആയിട്ട് ഒരു ഒബ്ജക്റ്റ് ഓറിയന്റഡ് ആക്ടിവിറ്റി ആയിരിക്കണം ഈ പ്ലാനിംഗ് എന്ന് പറയുന്നത്. ഇതാണ് നമുക്ക് മീനിങ് ആയിട്ട് പറയാൻ പറ്റുന്നത്. പിന്നെ അതുപോലെ തന്നെ വേറൊരു മീനിങ്ങിൽ കുറച്ചുകൂടി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ പറയാൻ പറ്റും? പ്ലാനിംഗ് ഈസ് ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് വാട്ട് ഈസ് ടു ബി ഡൺ. ഞാൻ ഓൾറെഡി പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ലേ, പ്ലാനിംഗ് എന്ന് പറയുന്നത് ഡിസൈഡിങ് ഇൻ അഡ്വാൻസ്, തീരുമാനിക്കുന്നു വാട്ട് ഈസ് ടു ബി ഡൺ, എന്ത് ചെയ്യണം എന്ന് തീരുമാനം എടുക്കുന്നതിനെയാണ് പ്ലാനിംഗ് എന്ന് പറയുന്നത്. വെൻ ഇറ്റ് ഈസ് ടു ബി ഡൺ ആൻഡ് ബൈ ഹൂം, എപ്പോൾ അത് നടപ്പിലാക്കണം, അത് ആര് നടപ്പിലാക്കണം, ഈ ഒരു തീരുമാനത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്ലാനിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് വിച്ച് ഇൻവോൾവ് തിങ്കിങ് ബിഫോർ ഡൂയിങ്. അതായത് ആക്ച്വൽ വർക്ക് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഒരു മെന്റൽ പ്രോസസ്സാണ് ഈ പ്ലാനിംഗ് എന്ന് പറയുന്നത്. അതായത് നാളെ എന്ത് ചെയ്യണമെന്ന് ഇന്നേ മുൻകൂട്ടി തിങ്ക് ചെയ്യുന്നു, തീരുമാനം എടുക്കുന്ന ആ ഒരു പ്രോസസ്സാണ് എന്ന് പറയുന്നത് പ്ലാനിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫോർകാസ്റ്റിംഗ് ഈസ് ദ എസൻസ് ഓഫ് പ്ലാനിംഗ്. ഫോർകാസ്റ്റിംഗ് മീൻസ് ഇൻ ഫ്യൂച്ചറിൽ എന്ത് നടക്കാം എന്ന് മുൻകൂട്ടി കാണാനുള്ള കഴിവ് ഉണ്ടായിരിക്കണം. ദാറ്റ് ഈസ് നമ്മൾ ഒരു പ്രിഡിക്ഷൻ ഉണ്ടായിരിക്കണം. നാളെ എന്താണ് സാധാരണ നമ്മൾ കാലാവസ്ഥയിൽ പറയുന്ന പോലെ അല്ലെ, നാളെ മഴ ഉണ്ടാവാനും ഉണ്ടാവാതിരിക്കാനും ചാൻസസ് ഉണ്ട്. എങ്ങനെയാണ് അവർ ഡിസൈഡ് ചെയ്യുന്നത്? ഇന്നത്തെ സിറ്റുവേഷൻസും ഇന്നത്തെ നമ്മളെ ക്ലൈമറ്റ് ഏത് ലെവലിലാണ് അത് വെച്ചുകൊണ്ടാണ് നമ്മൾ നാളത്തെ കാര്യം പ്രഡിക്റ്റ് ചെയ്യുന്നത്. ഇതുപോലെ തന്നെ ഒരു ബിസിനസ് സ്ഥാപനത്തിന്റെ ഫ്യൂച്ചറിലും ഇന്ന കാര്യങ്ങൾ വരാം എന്ന് മുൻകൂട്ടി പ്രഡിക്റ്റ് ചെയ്യാൻ ഒരു കപ്പാസിറ്റി ഉണ്ടായിരിക്കണം, ആർക്ക്? മാനേജ്മെന്റിന് ഉണ്ടായിരിക്കണം. അത് വെച്ചുകൊണ്ട് വേണം എന്ത് ചെയ്യാൻ? പ്ലാൻ ചെയ്യാൻ. അതുപോലെ തന്നെ പ്ലാനിംഗ് ബ്രൈഡ്സ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ വേർ വി ആർ ആൻഡ് വേർ വി വാണ്ട് ടു ഗോ. അതായത് നമ്മൾ ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്, നമ്മൾ ഇനി എവിടെയാണ് എത്തിച്ചേരേണ്ടത്, ഇത് തീരുമാനിക്കുന്നതും ഏത് തന്നെയാണ്? പ്ലാനിംഗ് ആണെന്ന് പറയുന്നത്. ആ ഒരു ഗ്യാപ്പ് ഇല്ലാതാക്കാൻ വേണ്ടിക്ക് ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് പ്ലാനിംഗ് എന്ന് പറയുന്നത്. സോ പ്ലാനിംഗ് ഈസ് ക്ലോസ്ലി കണക്റ്റഡ് വിത്ത് ക്രിയേറ്റിവിറ്റി ആൻഡ് ഇന്നോവേഷൻസ്. പ്ലാനിംഗ് എന്ന് പറയുന്നത് ഒരു ക്രിയേറ്റിവിറ്റി ആയിരിക്കണം, അതുപോലെ തന്നെ ഒരു ഇന്നോവേഷൻ ആയിരിക്കണം. പുതിയ പുതിയ കാര്യങ്ങളിലോട്ട് എത്തിപ്പെടാനുള്ള ഒരു കഴിവും ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ മറ്റുള്ളവർ ചെയ്യുന്നതിലും
ഡിഫറെന്റ് ആയിട്ട് വെറൈറ്റി ആയിട്ട് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റിയും ഉണ്ടായിരിക്കണം. ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള മാനേജ്മെന്റിന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നല്ല രീതിയിലുള്ളൊരു പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ. ഇതുമായി ബന്ധപ്പെട്ട് ഒരു ചെറിയൊരു ഡെഫിനിഷനാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. ഈ ചെറിയ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ആരാണ് പറഞ്ഞത്? ഫിലിപ്പ് കോട്ട്ലർ എന്ന് പറയുന്ന ഒരു ബിസിനസ് ചിന്തകനാണ് പറഞ്ഞിരിക്കുന്നത്. എന്താ പറയുന്ന വ്യക്തി പറയുന്നത്? പ്ലാനിങ് ഈസ് ഡിസൈഡിങ് ഇൻ ദ പ്രസന്റ് വാട്ട് ടു ഡു ഇൻ ഫ്യൂച്ചർ. അതല്ലേ നമ്മൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തന്നെയാണ് അല്ലെ. പ്ലാനിങ് എന്ന് പറയുന്നത് പ്രസന്റിലി നമ്മൾ എന്ത് ചെയ്യുന്നു? ഡിസൈഡ് ചെയ്യുന്നു. എന്താണ് ചെയ്യുന്നത്? നാളെ വാട്ട് ടു ഡു ഇൻ ദ ഫ്യൂച്ചർ, നാളെ എന്ത് ചെയ്യണം എന്ന് ഒരു ക്ലിയർ ആയിട്ടുള്ള ഡിസിഷൻ എടുക്കുന്ന ആ ഒരു പർട്ടിക്കുലർ പ്രോസസ്സിനെയാണ്, ആ ഒരു പർട്ടിക്കുലർ ഫംഗ്ഷനെയാണ് നമ്മൾ എന്തറിയപ്പെടുന്നത്? പ്ലാനിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ഓവറോൾ ഐഡിയ നിങ്ങൾക്ക് ഈ ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടുകയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ വരുന്നത് വരെ ഓൾ ദ ബെസ്റ്റ്.